ജനുവരി 25 ശനിയാഴ്ച. മർക്കോസ് 16:15 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുകയാണ്. ആൻഡ്രൂ ഹയാത്ത് എഴുതിയതും സംവിധാനം ചെയ്തതുമായ 2018 ഒരു അമേരിക്കൻ ബൈബിൾ നാടക ചിത്രമാണ് പോൾ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിന് മുമ്പായി ക്രിസ്ത്യാനികളെ നിഷ്കരണം ഉപദ്രവിക്കുന്ന പൗലോസിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. ആദ്യകാല സഭയുടെ രൂപവൽക്കരണത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്ന വ്യക്തിയായിട്ടാണ് വിശുദ്ധ പൗലോസ് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ പരിവർത്തനത്തിൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ പുരാതന റോമിൻ്റെ നഗരമതിലുകൾക്ക് പുറത്തുള്ള വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ചിട്ടുള്ള ബസിലിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കാറ്റക്കൂമിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസം മാർപ്പാപ്പ ഈ ബസിലിക്കയിലേക്ക് പോയി സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതം സമർപ്പിക്കുന്നതിനെയാണ്. വളരെ നാടകീയമായ രീതിയിൽ വിശുദ്ധ പൗലോസിനെ പോലെ നമുക്ക് മാനസാന്തരം ഉണ്ടാകില്ലെങ്കിലും വലിയ കരുണയും ആർദ്രതയും കൊണ്ട് നമുക്കും മാനസാന്തരം പ്രാപിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന് ദൈവം ആസൂത്രണം ചെയ്തിരിക്കുന്ന അവൻ്റെ ഹിതത്തിനും അവൻ്റെ ആസൂത്രണത്തിനും അനുസൃതമായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ തിരുനാൾ വാസ്തവത്തിൽ സഭയുടെ മുഴുവൻ മിഷണറി ചൈതന്യത്തെയും ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ കൽപ്പനയാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നത്. ആ കൽപ്പന അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും അഭിസംബോധന ചെയ്യുന്നതാണ്. വിശുദ്ധ പൗലോസിൻ്റെ ആ മിഷണറി പ്രവർത്തനം സഭയുടെ മുഴുവൻ മിഷണറി പ്രവർത്തനമാണ് നമ്മുടെയും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ട്രിച്ചി.